ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ തേർഡ് മൊഡ്യൂളാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഇൻ മൈക്രോ പ്രൊസസ്സർ 8085 ആണ്. മൈക്രോ പ്രൊസസ്സർ 8085ൻ്റെ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കുറേ ഇൻസ്ട്രക്ഷൻ സെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലേ, ഇൻസ്ട്രക്ഷൻ സെറ്റ്, മൂവിങ്, അതേപോലെ തന്നെ പലതും ലോജിക്കലി, അങ്ങനെ പലതായിട്ടുള്ള നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സർട്ടൻ ലോജിക്കൽ ഓപ്പറേഷൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇനി പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ തന്നെ. ടു ഇംപ്ലിമെൻറ്റ് പ്രോഗ്രാമിംഗ് ലോജിക് വി നീഡ് ടു ടേക്ക് സം കോമൺ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിംഗ് ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതായത് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്, അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്യുക, ഒരു കോമൺ ആയിട്ടുള്ള കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്, മൈക്രോ പ്രൊസസ്സർ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിന് യൂസ് ചെയ്യുന്നതാണ് ലൂപ്പിങ്, അതായത് കോമൺ പ്രോഗ്രാമിംഗ് ടെക്നിക്സാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ടെക്നിക്സാണ് ലൂപ്പിങ്, കൗണ്ടിങ്, അതേപോലെ തന്നെ ഇൻഡെക്സിങ്. ലൂപ്പിങ്, കൗണ്ടിങ്, ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ടെക്നിക്കുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ലൂപ്പിംഗ് എന്താണെന്നുള്ളത് നമുക്കറിയാം. കൗണ്ടിങ്ങും ഇൻഡെക്സിങ്ങിനെ കുറിച്ചാണ് നമുക്ക് പിന്നെ ചെറിയ സംശയം ഉണ്ടാവും. ഇപ്പോൾ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പിംഗ് എന്നുള്ളത് നോക്കാം. ഇൻ ദിസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഇൻ മൈക്രോ പ്രൊസസ്സർ 8085 the program is instructed to execute certain set of instructions repeatedly, execute a particular task number of times. നമുക്കറിയാം ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ കോഡ് ഒന്നിലധികം പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതിനെന്ത് പറയാം, നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയാം. ഇപ്പോൾ നമുക്കറിയാം സീക്വൻഷ്യലായിട്ടുള്ള ഒരു ഫ്ലോയിലായിരിക്കും പ്രോഗ്രാം പോകുന്നുണ്ടാവുക. ആദ്യം ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ ശേഷം അടുത്ത് എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ സീക്വൻഷ്യലായിട്ട് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കോഡ് ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ എത്തുന്നത് വരെ. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ആ 10 എന്നുള്ളത് വരെ എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടുണ്ടാവും. ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനാണ് എന്തോ നമ്മൾ പറയാം, ലൂപ്പിംഗ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു ആഡ് 10 നമ്പർ സ്റ്റോർ ഇൻ എ കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ. ഒരു 10 നമ്പർ നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ എന്തുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു പെർഫോം അഡീഷൻ 10 times. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 10 നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഒരു മെമ്മറി ലൊക്കേഷനിൽ 10 നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും, 10 പ്രാവശ്യം നമ്മൾ അഡീഷൻ ഇല്ല ഓപ്പറേഷൻ നമ്മൾ നടത്തേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നമ്പർ എടുക്കുന്നു, അതിനെ ആഡ് ചെയ്യുന്നു, വീണ്ടും മെമ്മറിയിൽ പോയിട്ട് അടുത്ത വാല്യൂ എടുക്കുന്നു, അതിനെ ആഡ് ചെയ്യുന്നു, അങ്ങനെ എന്ത് ചെയ്യും, ഒരേ ഓപ്പറേഷൻ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദിസ് ടെക്നിക്സ് അലോസ് പ്രോഗ്രാമർ ടു കൗണ്ട് ഹൗ മെനി ടൈംസ് ദ ഇൻസ്ട്രക്ഷൻ ഓർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്. കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമർക്ക് എന്ത് ചെയ്യാം, ടു കൗണ്ട് ഹൗ മെനി ടൈംസ് ദ ഇൻസ്ട്രക്ഷൻ, എത്ര സമയം ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്, എത്ര പ്രാവശ്യം ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൗണ്ട് ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്യാനും കൗണ്ടിങ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദിസ് ടെക്നിക്സ് മൈക്രോപ്രൊസസ്സർ അലോ പ്രോഗ്രാമർ ടു പോയിന്റ് ഓർ റെഫർ ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ സീക്വൻഷ്യൽ മെമ്മറി ലൊക്കേഷൻസ് 1 by 1. നമ്മൾ പറഞ്ഞു മെമ്മറി ലൊക്കേഷനിൽ അടുത്തടുത്തായിട്ടുള്ള ഓരോ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. 10 വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരേ കോഡ് ഒന്നിലധികം പ്രാവശ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
അതർ ടെക്നിക്സ് അല്ല കൗണ്ട് ഹൗ മെനി ടൈംസ് എസ് ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലൂപ്പിംഗ് അല്ലേ, ഒരേ കോഡിന് ഒന്നിലധികം പ്രാവശ്യം വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു 10 അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത 10 വാല്യൂസിൻ്റെ സമ്മ് കാണുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, അതന്നെ എന്ത് ചെയ്യുക, ആദ്യം ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്ത് പിന്നെ അടുത്ത നമ്പർ ആഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒരേ കോഡ് തന്നെ ഒന്നിലധികം പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി, എത്ര പ്രാവശ്യം ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതിനാണ് കൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇൻഡെക്സിങ് പറയുക, ആദ്യ ഒരു നമ്പർ നമ്മളെടുത്തു, അത് കഴിഞ്ഞ ശേഷം അടുത്ത നമ്പർ ആഡ് ചെയ്യാൻ എടുക്കണം, പിന്നെ അടുത്ത നമ്പർ ആഡ് ചെയ്യാൻ, ആ ഒരു പ്രോസസ്സിന് എന്ത് പറയുന്നത്, ഇൻഡെക്സിങ് എന്നാണ് പറയാം. ഓക്കെ, ആ ടെക്നിക്കിന് ഇൻഡെക്സിങ് എന്നാണ്. ഇത് മൂന്നും കൂടി വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം, ഈ 3 ടെക്നിക്സും എന്തുണ്ട് അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് us see in the programming loop to understand looping, counting and indexing. പ്രോഗ്രാമിംഗ് ലൂപ്പിൽ എങ്ങനെ ലൂപ്പിങ്ങും അതേപോലെ തന്നെ കൗണ്ടിങ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിൽ നമുക്ക് നോക്കാം. The program is basically structured for force of program to repeat a sequence of instruction. Loops are for selection. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് ഒരു സീക്വൻസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ. സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ ശേഷം അടുത്തത്, അത് കഴിഞ്ഞ ശേഷം അടുത്തത്, ഓരോ ലൈൻ ബൈ ലൈനായിട്ട് പോകുന്നതിൽ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ലൈൻസൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ പ്രാവശ്യം നമ്മൾ ലൂപ്പ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ നമ്മളിവിടെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാമെന്നില്ല നമുക്ക് നോക്കാം. അതിനെന്തുണ്ട്, ലൂപ്പിന് 4 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഇനിഷ്യലൈസേഷൻ സെക്ഷൻ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, സി ലാംഗ്വേജിലും മറ്റു ലാംഗ്വേജുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നില്ല നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് എന്താ, ഇനിഷ്യലൈസേഷൻ സെക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ വേരിയബിൾസ്, ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് വേരിയബിൾ ഇനിഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച ആ ഭാഗം തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഇനിഷ്യലൈസേഷൻ സെക്ഷൻ. പിന്നെ പ്രോസസ്സിങ് സെക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, അതെന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ വർക്ക് പ്രോസസ്സ് ഉണ്ടാവും, എന്തൊക്കെയായാലും കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു പ്രോസസ്സിങ് സെക്ഷൻ. പിന്നെ ലൂപ്പ് കൺട്രോൾ സെക്ഷൻ. അത് കഴിഞ്ഞ ശേഷം കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ആ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യണോ അതോ അവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യണോ എന്നില്ലേ ആ ഒരു കൺട്രോളിൻ്റെ സെലക്ഷന്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ലൂപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് സെക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, റിസൾട്ട് കാണുന്നത് ഇനിഷ്യലൈസേഷന്, പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സിങ് സെക്ഷന്, അതേപോലെ തന്നെ ലൂപ്പ് കൺട്രോൾ സെക്ഷന്, പിന്നെ റിസൾട്ട് സെക്ഷൻ. ഇങ്ങനെ 4 സെക്ഷനാണ് ഒരു ലൂപ്പിനുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫ്ലോ ചാർട്ടിലും നോക്കാം. നോക്കിയാൽ 2 രൂപത്തിലുള്ള ഫ്ലോ ചാർട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലൈസേഷൻ സെക്ഷൻ. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഇനിഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും. അത് കഴിഞ്ഞ ശേഷം പ്രോസസ്സിങ് സെക്ഷൻ. അവിടെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസും, അതായത് ഇപ്പോൾ ആദ്യത്തെ നമ്പറിനോട് കൂടി പിന്നത്തെ വരുന്ന 2 നമ്പർ സമ്മേലും കാര്യങ്ങളും അങ്ങനത്തതൊക്കെ അവിടെ നടത്തും. അത് കഴിഞ്ഞ ശേഷം ലൂപ്പ് കൺട്രോൾ സെക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇൻക്രിമെൻ്റ് ചെയ്യലും ഇപ്പോൾ പിന്നെ അടുത്ത നമ്പറിനെ കാണണം അല്ലേ. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ കാണുക വെച്ചെങ്കിൽ ആദ്യം 10 വരെ ആദ്യത്തെ 1 കഴിഞ്ഞു, ഇനി അടുത്ത എന്ത് ചെയ്യും, രണ്ടാമത്തത് പോകണമെങ്കിൽ ആ രണ്ടാമത്തതിലോട്ട് മൂവ് ചെയ്യാനുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ലൂപ്പ് കൺട്രോൾ സെലക്ഷൻ്റെ അവിടെ വെച്ചിട്ടാണ്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ടെസ്റ്റ് ചെയ്യും, ഈ ലൂപ്പ് ഈസ് ഓവർ. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ കണ്ടീഷന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടുണ്ടോ, അത്ര വാല്യൂസ് വരെ സം ആയിട്ടുണ്ടോ എന്നുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ റിസൾട്ട് കാണിക്കും. ഇനി അതല്ലെങ്കിൽ വീണ്ടും എന്തുണ്ടാവും, മുകളിൽ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തു, അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, അടുത്ത ഇപ്പോൾ നമ്മളിനി മൈക്രോ പ്രോസസ്സറിൻ്റെ ആ ഇതിൽ നമുക്ക് പറയാം, ആദ്യം എന്ത് ചെയ്യുക, ഇനിഷ്യലൈസേഷനും കാര്യങ്ങളും കഴിഞ്ഞു, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റ് വർക്ക് ചെയ്തു, അതായത് 2 നമ്പർ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അടുത്തത്തെ 2 മെമ്മറി ലൊക്കേഷനിലോട്ട്, അത് സമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്ട്രക്ഷൻ നടത്തി സമ്മ് ചെയ്തു. ഇനി അടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത നമ്പറിലോട്ട് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻഡെക്സിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, റെഫർ ചെയ്യും. എന്നിട്ട് കണ്ടീഷൻ നോക്കും, നമ്മൾ പറഞ്ഞ ഇതിലെത്തിയിട്ടുണ്ടോ ഇല്ല, വീണ്ടും മുകളിൽ പോകും. അപ്പോൾ അതുവരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂവിനോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അടുത്ത മെമ്മറി ലൊക്കേഷനിലെ വാല്യൂക്ക് പോയിൻ്റ് ചെയ്തില്ലേ അത് സമ്മ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത മെമ്മറി ലൊക്കേഷനിൽ നോക്കും,
അപ്പോൾ അതുവരെയുള്ള വാല്യൂ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടാം. അങ്ങനെ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം എന്ത് ചെയ്യും, ലൂപ്പിംഗ് വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ലൂപ്പിൻ്റെ അവിടെ ഈ ലൂപ്പ് ഓവർ എന്നില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും എത്ര പ്രാവശ്യം ഇത് കൗണ്ട് ചെയ്തിട്ടുണ്ട്. കൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവിടെ നടത്തും. അതേപോലെ തന്നെ ഇൻഡെക്സിങ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അടുത്ത വാല്യൂയിലോട്ട് എന്ത് ചെയ്യും, മെമ്മറി ലൊക്കേഷനിലിട്ട് മൂവ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, ഈ ഒരു ലൂപ്പിൽ നടക്കുന്നുണ്ടാകും. ഓക്കെ, അതിൻ്റെ വേറൊരു വേർഷനാണ് ഇപ്പുറത്തും കാണിച്ചിരിക്കുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും, ഇനിഷ്യലൈസേഷൻ സെക്ഷൻ, ലൂപ്പ് കൺട്രോൾ സെലക്ഷന്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്നിട്ട് വീണ്ടും മുകളിലോട്ട് വന്ന് അങ്ങനെ ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഓരോന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.